ഒസാമ ബിൻ ലാദൻ്റെ മകൻ ഹംസ മരിച്ചിട്ടില്ല, അഫ്ഗാനിലുണ്ടെന്ന് റിപ്പോർട്ട്. ഭീകര സംഘടനയായ അൽ-ഖ്വയ്ദയുടെ സ്ഥാപകനും US-ലെ വേൾഡ് ട്രേഡ് സെൻറ്റർ ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരനുമായ ഒസാമ ബിൻ ലാദൻ്റെ മകൻ മരിച്ചു എന്ന് കരുതിയിരുന്നു. എന്നാൽ ഹംസ ബിൻ ലാദൻ അഫ്ഗാനിസ്ഥാനിൽ ജീവിച്ചിരിക്കുന്നതായി വാർത്തകൾ പുറത്തുവരുന്നു. അഫ്ഗാനിസ്ഥാൻ അൽ-ഖ്വയ്ദയെ നയിക്കുകയാണെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് ബ്രിട്ടീഷ് മാധ്യമമായ ദി മിറർ റിപ്പോർട്ട് ചെയ്തു. 2019 US നടത്തിയ വ്യോമാക്രമണത്തിൽ ഹംസ കൊല്ലപ്പെട്ടുവെന്നാണ് ഇത്രയും കാലം വിശ്വസിച്ചിരുന്നത്. അൽ-ഖ്വയ്ദയെ പുനർജീവിപ്പിച്ച് സജീവമാക്കുന്നതിൻ്റെ സുപ്രധാന പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഹംസ. പടിഞ്ഞാറൻ രാജ്യങ്ങളെയാണ് ഹംസ ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് അറിയുന്നത്. ഹംസയുടെ രഹസ്യ നീക്കങ്ങളെക്കുറിച്ച് മുതിർന്ന താലിബാൻ നേതാക്കൾക്ക് കൃത്യമായും അറിവുണ്ടെന്നും ഇവർ ഹംസയുമായി നിരന്തരം ബന്ധപ്പെടാറുണ്ടെന്നും താലിബാൻ സേനകളാണ് ഹംസയ്ക്കും കുടുംബത്തിനും ആവശ്യമായ സംരക്ഷണവും പിന്തുണയും നൽകി വരുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. EP പിണറായിയും ഡൽഹി കേരള ഹൗസിൽ കൂടിക്കാഴ്ച നടത്തി. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ EP ജയരാജൻ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിയെ കണ്ടത് തെറ്റായി വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നും EP പറഞ്ഞു. കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയകാര്യം ചർച്ച ചെയ്തില്ലെന്നും പരസ്പരം സ്നേഹവും ആദരവും നിലനിർത്തുന്നു. പാർട്ടി കുടുംബത്തിലെ അംഗങ്ങളാണ് ഞങ്ങളെന്നും യെച്ചൂരിയുടെ വിടവാങ്ങലിനാണ് വന്നത്. മറ്റു വിഷയങ്ങൾ പിന്നീടാവാം. കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രിയെ ഞാൻ കണ്ടിരുന്നു. അദ്ദേഹത്തെ കാണുകയും സംസാരിക്കാറുമുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാറുമുണ്ട്. ഡൽഹിയിൽ വരുന്നെങ്കിൽ പരസ്പരം കണ്ടിട്ടേ മടങ്ങാറുള്ളൂ. BJP നേതാവ് പ്രകാശ് ജാവ്ഡേക്കർ ദല്ലാൾ നന്ദകുമാർ കൂടിക്കാഴ്ചയിൽ തുടർന്ന് വിവാദങ്ങൾക്ക് പിന്നാലെ ആണ് കൺവീനർ സ്ഥാനം രാജിവെച്ചത് എന്ന് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കൺവീനർ TP രാമകൃഷ്ണൻ പറയുന്നത് EPയെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ഈ കാരണങ്ങളൊന്നും കൊണ്ടല്ല, പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗം മാത്രമാണ്. എന്നാൽ എല്ലാം ഉള്ളിൽ ഒതുക്കിയാണ് EP നടക്കുന്നതെന്ന് പാർട്ടിക്കാർക്കും അറിയും. ശിവനും പാപിയാവുമെന്ന് പറഞ്ഞതൊന്നും മറന്നിട്ടുണ്ടാവില്ല. ഒരുപാട് നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നു. അതൊന്നും മറന്നിട്ടില്ലെന്നും ഇപ്പോൾ നടത്തിയ പ്രസ്താവനയുടെ പൊരുൾ എല്ലാവർക്കും നല്ലപോലെ അറിയുമെന്നും കേരള ജനതയ്ക്ക് നന്നായി അറിയും. പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാൻ അധികകാലം വേണ്ടി വരില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് EPയുടെ അനുകൂലികൾ. സ്മൃതി ഇറാനി കെജ്രിവാളിന് വെല്ലുവിളിയാവും. ഡൽഹി പിടിക്കാൻ രംഗത്തിറങ്ങുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അമേഠിയിൽ നിന്ന് പരാജയപ്പെട്ട് ഏറ്റുവാങ്ങി അജ്ഞാതവാസത്തിലായിരുന്നു. ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കാനാണ് ആലോചന. അടുത്തു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AAPയെ തറപറ്റിച്ച് BJP സംസ്ഥാന ഭരണത്തിലെത്താൻ പ്രതിജ്ഞയെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് സ്മൃതി ഇറാനി. അമേഠിയിൽ 2019 രാഹുലിനെ തോൽപ്പിച്ച ശേഷം കേന്ദ്രമന്ത്രിയായി രാഹുലിനെതിരെ കഴിയാവുന്നത്ര ആരോപണങ്ങളാണ് വിളിച്ചു പറഞ്ഞത്. കണക്കിന് അവഹേളിക്കുകയും ചെയ്തു. അഹങ്കരിച്ചത് അമേഠിയിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ പ്രതികരണമാണ് ഇവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. അമേഠിയിൽ അടിയോറവ് പറഞ്ഞത് പ്രാദേശിക നേതാവിനോടാണ്. അത് വലിയ പ്രഹരമായി എന്ന് വേണം കരുതാൻ. അമേഠിയിൽ രാഹുലിനെ തോൽപ്പിച്ചാൽ പോരാ, വയനാട് തോൽപ്പിക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു. ആ ശ്രമവും അഹങ്കാരത്തിനും ഏറ്റ തിരിച്ചടിയാണ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം BJPയിൽ വീണ്ടും ശ്രദ്ധയാകർഷിക്കാനായി ഡൽഹിയിൽ യാത്രയാവുന്നത്. എന്നാൽ ഡൽഹിയിലെ BJP നേതൃത്വത്തിന് സ്മൃതി ഇറാനി വരുന്നത് അത്രയ്ക്ക് തൃപ്തിയായിട്ടില്ല എന്നാണ് അറിയുന്നത്. വന്ന വെള്ളം ഉള്ള വെള്ളത്തിനെയും ഇല്ലാതാക്കുമോ എന്ന ഭയവും അവർക്കുണ്ടെന്നാണ് അറിയുന്നത്. ചെറുകിട കച്ചവടക്കാർക്ക് ആത്മാഭിമാനം ഇല്ലേ? അന്നപൂർണ ഹോട്ടൽ ഉടമ ധനമന്ത്രിയോട് മാപ്പ് പറഞ്ഞതിനെതിരെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ പ്രതികരിച്ചത്. അന്നപൂർണ റെസ്റ്റോറൻറ്റ് ഉടമ ധനമന്ത്രി നിർമ്മലാ സീതാരാമനോട് മാപ്പ് അപേക്ഷിച്ചു എന്നറിഞ്ഞപ്പോൾ ഈ കാര്യത്തിൽ
പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നു. ചെറുകിട കച്ചവടക്കാരുടെ അഭ്യർത്ഥനകൾ അഹങ്കാരത്തോടെയും ബഹുമാനമില്ലാതെയുമാണ് കേന്ദ്രമന്ത്രി പരിശോധിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. കോയമ്പത്തൂർ ചെറുകിട റെസ്റ്റോറന്റ് ശൃംഖലയായ അന്നപൂർണയുടെ ഉടമ പൊതുവേദിയിൽ വെച്ച് GSTയുടെ പ്രശ്നം ചൂണ്ടിക്കാണിച്ചപ്പോൾ എത്രത്തോളം അഹങ്കാരത്തോടെയും ബഹുമാനമില്ലാതെയുമാണ് മറുപടി നൽകിയതെന്ന് രാഹുൽ എക്സിൽ കുറിച്ചു. എന്നാൽ ശതകോടീശ്വരന്മാരായ സുഹൃത്ത് നിയമനങ്ങൾ മാറ്റാൻ പറയുമ്പോഴും ദേശീയ സ്വത്തുക്കൾ ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുമ്പോഴും സർക്കാരിന് ഒരു മടിയുമില്ല. നോട്ട് നിരോധനം, ബാങ്കിംഗ് സംവിധാനത്തിലെ പോരായ്മകൾ, നികുതിയിലെ പ്രശ്നങ്ങൾ, GST എന്നിവ മൂലം നമ്മുടെ വ്യവസായങ്ങൾ വലിയ പ്രതിസന്ധിയിൽ അഭിമുഖീകരിക്കുമ്പോഴാണ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. നേരത്തെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പങ്കെടുത്ത പരിപാടിയിൽ വെച്ച് അന്നപൂർണ ഹോട്ടൽ ഉടമ GSTയുടെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഉടമയ്ക്ക് മറുപടി നൽകാതെ ചിരിക്കുകയായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചെയ്തത്. പിന്നീട് നിർമ്മല സീതാരാമനോട് മാപ്പ് അപേക്ഷിച്ച ഉടമ രംഗത്ത് വന്നു. ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ ഉടമ വിശദീകരിച്ചതായും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾ വിശപ്പിന് ആഹാരം കഴിക്കുന്ന GST ഈടാക്കുന്നതിൽ വ്യാപകമായ പരാതിയുണ്ടെന്നും അന്നപൂർണ വിവാദം ധനമന്ത്രി കൈകാര്യം ചെയ്ത രീതി തെറ്റായിപ്പോയെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും പറഞ്ഞു. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൂടി തമിഴ്നാട്ടിൽ ധനമന്ത്രി സഹായം നൽകിയെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇതുവരെയും ഒരാനുകൂല്യങ്ങളും നൽകിയിട്ടില്ലെന്നും സ്റ്റാലിൻ പറഞ്ഞു. അന്നപൂർണ ഉടമ ശ്രീനിവാസൻ GSTയെക്കുറിച്ച് നടത്തിയ പരാമർശത്തിന് പിന്നാലെ ധനമന്ത്രിയോട് മാപ്പപേക്ഷിച്ച സംഭവം ദേശീയ തലത്തിൽ വിവാദമായിരുന്നു. ഇതിനെതിരെ പ്രതിപക്ഷ നേതാവും രാഹുൽ ഗാന്ധിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും സ്റ്റാലിനും രംഗത്ത് വരികയായിരുന്നു.